എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ സ്കോൾ കേരള +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്കോൾ കേരള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടി. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 31 വരെ സ്കോൾ കേരള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കോൾ കേരള വെബ്സൈറ്റ് ആയിട്ടുള്ള skolkerala.org എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങളുടെ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഓൾറെഡി +2 ഏതെങ്കിലും കോമ്പിനേഷനിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു കോഴ്സ് വഴി നിങ്ങൾക്ക് ഈ ഒരു സയൻസ്, അതായത് ബയോളജി സയൻസ്, കൊമേഴ്സ്, ഇതുപോലുള്ള ഹ്യൂമാനിറ്റീസ് ഇതുപോലുള്ള കോഴ്സുകൾ വീണ്ടും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്ത് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ സ്കോൾ കേരള വഴി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പ്രൈവറ്റ് കോളേജുകൾ വഴി നിങ്ങൾക്ക് ഈ ഒരു പ്രവേശനത്തിനായിട്ട്, അതായത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാം സെൻറ്റർ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂൾ, അതായത് അൺഎയ്ഡഡ് സ്കൂളിലായിരിക്കും എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ക്ലാസ്സുകൾക്ക് കൃത്യമായിട്ട് പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓരോ കോഴ്സും, അതായത് ഓരോ പാഠഭാഗത്തിൻ്റെയും നോട്ട്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് വരെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മൊബൈൽ നമ്പറും അതുപോലെ തന്നെ വാട്സപ്പും ആവശ്യമാണ്. കാരണം നിങ്ങൾക്ക് വാട്സപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സ്കോൾ കേരളയുടെ +1 പ്രവേശനത്തിൻ്റെ, അതായത് +1ൻ്റെ ആ ഒരു ക്ലാസ്സും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ വാട്സപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭ്യമായിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു വാട്സപ്പ് സ്വന്തമായിട്ട്, അതായത് വാട്സപ്പ് നമ്പർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇത് കേരള ഗവൺമെൻറ് നടത്തുന്നതാണ് ഈ ഒരു സ്കോൾ കേരള എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കോൾ കേരള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ സ്കോൾ കേരളയിൽ, അതായത് ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 2023-25 വർഷത്തിലുള്ള ആ ഒരു സ്റ്റുഡൻസ് എന്ന് പറയുന്നത് റെഗുലർ രജിസ്ട്രേഷൻ 4544, അതുപോലെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ 27,827 അഡീഷണൽ മാത്തമാറ്റിക്സ്, അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഒരു ഗ്രൂപ്പ് ബി കോഴ്സ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണ് അഡീഷണൽ മാത്തമാറ്റിക്സ് പഠിക്കുന്നത്. അവർക്ക് 1055 ആപ്ലിക്കേഷൻസും, അതുപോലെ തന്നെ റെഗുലർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 40, പ്രൈവറ്റ് രജിസ്ട്രേഷൻ 58, പാർട്ട് 3 രജിസ്ട്രേഷൻ. പാർട്ട് 3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ്, നിലവിൽ ഉദാഹരണത്തിന് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു വീണ്ടും സയൻസോ മറ്റോ വീണ്ടും സാധാരണ +2 പോലെ തന്നെ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പാർട്ട് 3 ആ ഒരു വിഭാഗം വഴി നിങ്ങൾക്ക് ആ ഒരു +2 പഠിക്കാനുള്ള, അതായത് +2 മറ്റൊരു കോഴ്സ് കോമ്പിനേഷൻ പഠിക്കാനുള്ള ആ ഒരു അവസരമാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ 6 വിദ്യാർത്ഥികളാണ് ആ ഒരു രീതിയിൽ പഠിക്കുന്നത് എന്നാണ് അതിൽ നൽകിയിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പാർട്ട് 3 എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. +2 കംപ്ലീറ്റ് ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ് പഠിച്ചത്, അതിനുശേഷം വീണ്ടും ഈ ഒരു മറ്റൊരു ഡിഫറെൻറ്റ് കോമ്പിനേഷനിലുള്ള സബ്ജക്റ്റ് പഠിക്കാൻ താല്പര്യമുള്ള, അതായത് 2 വർഷത്തേക്ക് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു രീതിയിൽ ആ ഒരു പാർട്ട് 3 എന്നുള്ള രീതിയിൽ ആ ഒരു രജിസ്ട്രേഷൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 31 തീയതി വരെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകാവുന്നതും, അതിനുശേഷം ഓഗസ്റ്റ് 31 തീയതിക്കകം സ്കോൾ കേരളയുടെ അതത് ജില്ലാ ഓഫീസുകളിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷനും അതുപോലെ സർട്ടിഫിക്കറ്റ്സുകളും നൽകാനും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അതോടെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടുക. അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ റെഗുലർ HSC +1 2024 രജിസ്റ്ററിനോ അതുപോലെ ഓപ്പൺ പ്രൈവറ്റ് HSC +1 2024 ആ ഒരു രജിസ്റ്ററിനോ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. സ്വന്തമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അത് രജിസ്ട്രേഷൻ ചെയ്യാൻ അറിയാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും അക്ഷയ വഴിയോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ ഓഗസ്റ്റ് 31 തീയതിക്കകം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഈ ഒരു സ്കോൾ കേരളയുടെ ഓഫീസിൽ എത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.